നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരുടെ കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു, നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞ ആളുകളെ ക്ഷണിച്ച് വിളിച്ചു വരുത്തി അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു രീതിയല്ല ഉണ്ടായിരുന്നത്. ജനങ്ങൾ ഉള്ള സ്ഥലത്തേക്ക്, അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവർ വിൽക്കാൻ വരുന്ന സ്ഥലത്തേക്ക്, വാങ്ങാൻ വരുന്ന സ്ഥലത്തേക്ക്, ചന്തസ്ഥലങ്ങളിൽ ഒക്കെ യേശു ചെല്ലുകയാണ് ഉണ്ടായത്. ഇക്കാലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നവരോട് തന്നെ ആളുകൾക്ക് ഇഷ്ടമല്ല. ബൈബിളിൽ സുവിശേഷകന്മാർ എന്നൊരു വിഭാഗമുണ്ട്. അപ്പോസ്തലന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഉപദേഷ്ടാക്കളുണ്ട്, ഇടയന്മാരുണ്ട്. പക്ഷേ ആ പേര് കേൾക്കുന്നത് തന്നെ ചിലർക്ക് ഇഷ്ടമല്ല. പുരോഹിതന്മാർ എന്ന് കേൾക്കുന്ന ഇഷ്ടമാണ്. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പുരോഹിതന്മാർ ഇന്നും ഉണ്ട്. പ്രത്യേക വസ്ത്രമൊക്കെ അവർക്ക് വേണമെന്നാണ്. പക്ഷേ വേദപുസ്തകത്തിൽ ദൈവദാസന്മാർക്ക് പ്രത്യേക വസ്ത്രവേദ അവധാനം ഒന്നും വേണ്ട. പ്രത്യേക വസ്ത്രം ധരിച്ചവർ യേശു ശാസിക്കുകയാണ് ഉണ്ടായത്. അങ്ങാടി വന്ദനവും പള്ളി മുഖ്യാസനവും നിലയങ്കികളോടുകൂടെ നടക്കുന്ന ആളുകളെ യേശു വിമർശിക്കുകയാണ് ഉണ്ടായത്. സാധാരണ വസ്ത്രം മതി, അല്ലാതെ ലേവ്യ പൗരോഹിത്യം പോലെയുള്ള വസ്ത്രമൊന്നും ആവശ്യമില്ല. രണ്ടാമത്, യേശു സുവിശേഷം പ്രസംഗിച്ച ആളാണ്. യേശു അതാണ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. അവർ ലോകാവസാനം വരെ സുവിശേഷം പ്രസംഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവര് ആശുപത്രി നടത്തുകയോ സ്കൂൾ നടത്തുകയോ കോളേജ് നടത്തുകയോ ഫാക്ടറി നടത്തുകയോ അതിനാൽ പണം വാരിക്കൂട്ടുകയല്ല ചെയ്യേണ്ടത്. സൗജന്യമായി സുവിശേഷം ലഭിച്ചു, അത് സൗജന്യമായി അറിയിക്കാനുള്ള ആ ഒരു ധൈര്യവും ആ ഒരു ആത്മഭാരവുമാണ് അവർക്ക് വേണ്ടത്. സ്കൂൾ ആരെയും രക്ഷിക്കുകയില്ല, കോളേജ് ആരെയും രക്ഷിക്കുകയില്ല, ഫാക്ടറി ആരെയും രക്ഷിക്കുകയില്ല. കുറച്ചു പേർക്ക് തൊഴിൽ നൽകാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒഴിച്ചാൽ, കുറച്ചു പേർക്ക് ഭൗതികമായ കുറെ നന്മ അത് നിമിത്തം ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ, ആത്മീകമായ ഒരു നന്മയും അത് നിമിത്തം ഉണ്ടാകുകയില്ല. യേശു ഒരു സ്കൂളോ ആശുപത്രിയോ സ്ഥാപിച്ചില്ലല്ലോ, അപ്പോസ്തലന്മാർ സ്ഥാപിച്ചില്ലല്ലോ. എന്നാൽ ഇതൊക്കെ വെറും വരുമാന മാർഗങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക, അതാണ് ക്രിസ്തു ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും സുവിശേഷം അറിയിച്ചു. യെരുശലേമിലെ സഭയിൽ ഭക്ഷണ വിതരണത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയ സ്തെഫാനോസ്, ഫിലിപ്പോസ് തുടങ്ങിയ ആളുകൾ അവർ പ്രസംഗിക്കാൻ തയ്യാറായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരിമാരും, യേശുവിനാൽ സുവിശേഷം കേട്ട ശമരിയ സ്ത്രീ, അവൾ പട്ടണത്തിൽ ചെന്ന്, വരിക, നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ തയ്യാറായി. അപ്പോൾ സകല സ്ത്രീ പുരുഷന്മാരും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകണം. ഇന്ന് സുവിശേഷം ഒന്ന് കേൾക്കുന്നത് ആളുകൾക്ക് വെറുപ്പാണ്, ക്രിസ്ത്യാനികൾക്ക് പോലും. സുവിശേഷകന്മാർ എന്ന് കേൾക്കുന്നതും അവർക്ക് വെറുപ്പാണ്. ഏതോ അബദ്ധവും ഏതോ കള്ളത്തരങ്ങളുമായിട്ട് നടക്കുന്നവരെന്നാണ് അവരുടെ ധാരണ. പ്രിയപ്പെട്ടവർ, യേശു സുവിശേഷം അറിയിച്ചവനാണ്. സുവിശേഷം അറിയിക്കാനാണ് യേശു തൻ്റെ ജനത്തോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്തിൻ്റെ അവസാനം വരെ നാം സുവിശേഷം അറിയിക്കണം. അതാണ് ഇവിടെ യേശു മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രോസും മീൻ പിടിക്കുന്നുണ്ട്, വല വീശുന്നുണ്ട്. യേശു പറഞ്ഞു,
എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വേറെ ഒരു വാക്യം നമുക്കറിയാം, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലരും വിചാരിക്കുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടാണ് യേശു പറയുന്നത്, നിങ്ങളിനി ഒന്നും ചെയ്യാതെ നിങ്ങൾ മടിയന്മാരായി കൈയും കെട്ടി ഇരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് ഞാൻ തന്നോളാം, നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ മതി എന്നാണ് യേശു ഉദ്ദേശിച്ചതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ യേശു ഈ മീൻപിടുത്തക്കാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വേറൊരു ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളിപ്പോൾ ഉപജീവനത്തിനു വേണ്ടി മീൻ പിടിക്കുന്നു, പക്ഷേ നിങ്ങൾ ആളുകളെ ദൈവത്തിനു വേണ്ടി ദൈവമുള്ളവരാക്കി തീർക്കും. ദൈവത്തിനു വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഞാൻ നിങ്ങളെ മാറ്റും. ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. നിങ്ങൾ മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ് അവരുടെ മദ്യപാനത്തിൽ നിന്നും ആത്മഹത്യാ പ്രേരണയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ദുർനടപ്പ്, വ്യഭിചാരം, അവരുടെ കൊലപാതക ചിന്ത, മോഷണ ചിന്ത, ഈ വക അവരുടെ പൈശാചികമായ സ്വഭാവത്തിൽ നിന്ന് അവരെ ഉദ്ധരിച്ച് അവരെ ദൈവത്തിനു വേണ്ടി കൊള്ളാവുന്നവരാക്കി നിങ്ങൾ മാറ്റും എന്നാണ് യേശു ഉദ്ദേശിച്ചത്. അതിനുള്ള വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല, അതിനുള്ള ധനശേഷി അവർക്കില്ല, അതിനുള്ള ആഢ്യത്വമൊന്നും അവർക്കില്ല. അവർ ഗലീലക്കാരാണ്. ആഢ്യത്വം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, പണം വേണ്ട. മറിച്ച് യേശു ദൈവമാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ്. കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവനാണ്. മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ചവനാണ്. മനുഷ്യനെ തൻ്റെ സാദൃശ്യം സൃഷ്ടിച്ചത് യേശുവാണ്. ആ യേശുവിനെ എന്നെ രൂപാന്തരപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരാളും ദൈവത്തിനായി പ്രയോജനപ്പെടും. അനേകരെ ആത്മഹത്യയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്ന് വിടുവിച്ച് അവരെ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി നല്ല പൗരന്മാരാക്കി തീർക്കാനായിട്ട് സാധിക്കും. അന്ത്രയോസും ശീമോനും വിശ്വസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ രണ്ടുപേർ, യോഹന്നാനും യാക്കോബും, അവരും വല നന്നാക്കുന്നത് കൊണ്ട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവരും യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അവരെ നിരക്ഷരകുക്ഷികളും സാമാന്യരുമായ മീൻപിടുക്കാരായിരുന്നെങ്കിലും അവര് ലോകത്തെ കീഴ്മേൽ മറിച്ചവരായി മാറി. അവർ നിമിത്തം ഭൂഖണ്ഡങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം കാണുവാൻ ഇടയായി. ആളുകളുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറുവാൻ ഇടയായി. അവര് ദൈവത്തിന് കൊള്ളാവുന്നവരായി ആളുകളെ തീർക്കുന്നവരായിട്ട് മാറി. യേശുവിനെ സ്നേഹിക്കുക, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരാൻ തയ്യാറാകുക. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ യേശുവിൻ്റെ സുവിശേഷം ആളുകളെ അറിയിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിമിത്തം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഏറ്റവും വലിയ ദൗത്യം, അതാണ് ഏറ്റവും വലിയ ജോലി, ഉദ്യോഗം. ദൈവം ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.